السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بأيدينا قلت حيلتنا أدركنا يا رسول الله. بسم الله الرحمن الرحيم. بشرى لنا معشر الإسلام إن لنا من العناية ركنا غير منهدم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഏറ്റവും സ്നേഹം നിറഞ്ഞ ഖസീദത്തുൽ ബുർദ ആശയ വിശദീകരണ ക്ലാസ്സിലെ സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട പണ്ഡിത മഹത്തുക്കളെ, അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഖസീദത്തുൽ ബുർദയുടെ 117ാമത്തെ ക്ലാസ് ആണിത്. 116ാമത്തെ വരിയാണ് ഞാനിപ്പോൾ ചൊല്ലിവെച്ചിട്ടുള്ളത്. അൽഹംദുലില്ലാ, കഴിഞ്ഞ വരികളിലൊക്കെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇസ്റാഉം മിഅ്റാജും ആണ് വിശദീകരിച്ചു കൊണ്ടിരുന്നത്. ഈ മിഅ്റാജും ഈ ഇസ്റാഉം മിഅ്റാജും വിശദീകരിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇതുവരെ ആർക്കും ലഭിക്കാത്ത സ്ഥാനമാനങ്ങളും സന്തോഷങ്ങളും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ലഭിച്ചു എന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ ഉമ്മത്താകുന്ന നമുക്ക് എന്തുണ്ട് നേട്ടം നമുക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മിഅ്റാജ് കൊണ്ട്? അതെ, എന്താണ് നേട്ടം? ആ മിഅ്റാജ് കൊണ്ട് അതെ ഒരുപാട് സന്തോഷങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു സന്തോഷമാണ് ഞാൻ കഴിഞ്ഞ വോയിസിൽ പറഞ്ഞ 5 വക്ത് നിസ്കാരം. ആ നിസ്കാരം കൊണ്ട് ലഭിക്കുന്ന നേട്ടങ്ങളും പവറുകളും ചെറിയ തോതിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അത് അല്ലാത്ത ഒരുപാട് സന്തോഷങ്ങൾ ഈ ഇസ്റാ മിഅ്റാജിൽ മുസ്ലിം ലോകത്തിന് ലഭിച്ചിട്ടുണ്ട്. അതിലേക്കാണ് ഇമാം ബൂസൂരി തങ്ങള് ഇന്ന് നമുക്ക് സൂചന നൽകുന്നത്. ഏതാ? ബുശ്റാ ലനാ, നമുക്കാണ് സന്തോഷങ്ങൾ അഖിലവും, മുഴുവൻ സന്തോഷങ്ങളും നമുക്ക് ഉണ്ട്. അല്ലെങ്കിൽ ഈ പറയപ്പെട്ട മിഅ്റാജിന്റെ മുഴുവൻ സംഭവങ്ങളും നമുക്ക് സന്തോഷമാണ്, നമുക്ക് സന്തോഷിക്കാവുന്ന കാര്യമാണ്. എന്തേ? കാരണം ഇന്നലനാ, തീർച്ചയായും നമുക്ക് ഉണ്ട്, മിനൽ ഇനായത്തി, അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് പ്രത്യേക പരിഗണന അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ട്. റുക്നൻ, അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് റുക്നൻ, ഒരു തൂണ് ഉണ്ട്, ഒരു മോന്തായമുണ്ട്, അവലംബമുണ്ട്. എങ്ങനത്തെ അവലംബം? ഗൈറ മുൻഹദിമി, അത് ഒരിക്കലും പൊളിഞ്ഞു പോകാത്ത, വേദഗതികളോ കൈകടത്തലുകൾക്കോ ഒരിക്കലും സാധിക്കാത്ത വിധം പൂർണ്ണമായും ഭദ്രതയുള്ള ഒരു തൂണാണ് നമുക്ക് ഉള്ളത്. റുക്നൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീഅത്താണ്. അവിടുന്ന് അല്ലാഹു തആലയിൽ നിന്ന് നമുക്ക് കൈമാറിയിട്ടുള്ള ഈ വിശുദ്ധമായ ദീന്, ആ ദീനിന്റെ ശരീഅത്ത്, അതിന്റെ നിയമവശങ്ങൾ, ആ നിയമവശങ്ങൾ അത് അന്നും ഇന്നും സുഭദ്രമാണ്, കളങ്കരഹിതമാണ്, കുറ്റമറ്റതാണ്. അതുകൊണ്ട് തന്നെ 1400 വർഷത്തിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ അല്ലാഹു തആല മനുഷ്യകുലത്തിന് സംവിധാനിച്ച സംവിധാനമാണ് ആ ശരീഅത്ത്. 1450 വർഷങ്ങൾക്ക് ഇപ്പുറവും അത് ഇന്നും നിലനിൽക്കുന്നു. അതിന്റെ ആശയങ്ങളും സംവിധാനങ്ങളും കൃത്യമായി
വ്യക്തമായി ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ ആധുനിക കാലത്തും വിശുദ്ധമായ ഇസ്ലാമിന്റെ ഓരോ നിയമങ്ങളും ആർക്കും തകർക്കാൻ പറ്റാത്ത വിധം ഇന്നും നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരിക്കലും പൊളിയാത്ത റുക്നാണ് പരിപൂർണമായി നമുക്ക് ലഭിച്ചിട്ടുള്ളത്. മഹാനായ ഇമാം ബൂസൂരി തങ്ങളതാണ് ഈ വരിയിലൂടെ പറയുന്നത്. ഇപ്പോൾ ടോട്ടൽ അർത്ഥം എന്തായി? ബുശ്റാ ലനാ മഅ്ശറൽ ഇസ്ലാമി ഇന്ന ലനാ മിനൽ ഇനായത്തി റുക്നൻ ഗൈറ മുൻഹദിമി. ഓ ഇസ്ലാമിക സമൂഹമേ, നമുക്കാണ് സകല സന്തോഷവും. എന്തേ കാരണം? പൊളിഞ്ഞു വീഴാത്ത ഒരു മോന്തായമാണ് നമുക്കുള്ളത് എന്ന് ഒരു പ്രത്യേക പരിഗണന അത് നമുക്ക് ഉണ്ട്. അത് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീഅത്തുൽ ഇസ്ലാം അത് എല്ലാ നിലക്കും കുറ്റമറ്റതാണ്. മുമ്പ് കഴിഞ്ഞു പോയ പല സമുദായങ്ങളും അവരവരുടെ പല നിയമ സംവിധാനങ്ങളും പൊളിഞ്ഞു പോയിട്ടുണ്ട്. എല്ലാവിധ കൈകടത്തലുകൾക്കും മാറ്റത്തിരുത്തലുകൾക്കും വിധേയമായിട്ടുണ്ട്. അതിന്റെ ഭദ്രത തന്നെ നഷ്ടപ്പെട്ടു പോയി. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീഅത്ത് ഒരിക്കലും അങ്ങനെ ആയിരുന്നില്ല. മാത്രമല്ല, മുൻകഴിഞ്ഞു പോയ സമുദായങ്ങൾക്ക് ചില സംവിധാനങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അല്ലാഹു തആല അത് വളരെ കർക്കശമായ രീതിയിൽ ആയിരുന്നു പഠിപ്പിച്ചിരുന്നത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്താകുന്ന നമുക്ക് ആ രീതിയിൽ ഉള്ള ഒരു ശരീഅത്ത് അല്ല അല്ലാഹു തആല നമുക്ക് സംവിധാനിച്ചിട്ടുള്ളത്. ധാരാളം ഓഫറുകൾ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായത്തിന് അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. കാരണം മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായം ആയി എന്നുള്ള പരിഗണന കൊണ്ട് മാത്രമാണ്. ആ പരിഗണന ഉള്ളത് കൊണ്ട് ധാരാളം സന്തോഷങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്ന് ലൈലത്തുൽ ഖദർ ഈ സമുദായത്തിന്റെ പ്രത്യേകതയാണ്. അതുപോലെ മേറാജിന്റെ രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് കാബ കൗസൈനിൽ എത്തിയപ്പോൾ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിനോട് പറഞ്ഞു, അല്ലാഹുവേ, ചില സമുദായങ്ങളെ നീ നശിപ്പിച്ചിട്ടുണ്ട്, ചില സമുദായങ്ങളെ നീ ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞിട്ടുണ്ട്, ചില സമുദായങ്ങളെ നീ കോലം മറിച്ചിട്ടുണ്ട്, പന്നികളായിട്ടും കുരങ്ങന്മാരായിട്ടും നീ മാറ്റിയിട്ടുണ്ട്. എന്നാൽ ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന എന്റെ സമുദായത്തെ നീ എന്താണ് ചെയ്യുക? കാബ ഹുസൈനിൽ വെച്ച് അള്ളാഹിനെ കണ്ടപ്പോൾ അവിടുന്ന് മുത്തുനബി ചോദിക്കുകയാണ്, അവര് പല തെറ്റുകളും അനുസരണക്കേടുകളും കാണിക്കുമ്പോൾ നീ എന്താണ് അവരെ കൊണ്ട് ചെയ്യുക, എന്റെ ഉമ്മത്തുകളെ കൊണ്ട് എന്ന് അള്ളാഹുവിനോട് ചോദിച്ചപ്പോൾ അള്ളാഹു മുത്തുനബിയോട് പറഞ്ഞ മറുപടി, നബിയേ, മറ്റു സമുദായങ്ങളോട് ഞാൻ കർക്കശ നിലപാട് എടുത്തതുപോലെ അങ്ങയുടെ സമുദായത്തെ നമ്മൾ അങ്ങനെ സമീപിക്കില്ല. മറിച്ച് അവർക്ക് എന്റെ പരിപൂർണമായ കരുണ ഞാൻ വർഷിപ്പിച്ചു കൊടുക്കും. അവർ ധാരാളം തെറ്റ് ചെയ്തു, പിന്നെ നന്മ ചെയ്യുമ്പോൾ ആ തെറ്റുകളിലൊക്കെയും നന്മകൾ ആക്കി മാറ്റിക്കളയും. അവരിൽ നിന്നും ആരെങ്കിലും എന്നോട് ദുആ ചെയ്യുകയാണെങ്കിൽ ഞാൻ അവനിക്ക് ഉത്തരം ചെയ്യും. ആര് എന്നോട് ചോദിച്ചാലും ഞാൻ അവനിക്ക് നൽകും. അവർ ഏത് വിഷയത്തിൽ ആണോ എന്നോട് വരവേൽപ്പിക്കുന്നത് ആ വിഷയം ഞാൻ അവർക്ക് മതിയാക്കി കൊടുക്കും. തെറ്റ് ചെയ്യുന്ന ആളുകളുടെ തെറ്റുകൾ ദുനിയാവിൽ ഞാൻ മറച്ചു പിടിക്കും. ആ തെറ്റ് ചെയ്ത പാപികൾക്ക് അങ്ങ് ആഖിറത്തിൽ വരുമ്പോൾ അങ്ങയുടെ ശഫാഅത്ത് ചെയ്യാനുള്ള അധികാരം, അങ്ങക്ക് ശഫാഅത്ത് ചെയ്യാനുള്ള അധികാരം നിങ്ങൾക്ക് ഞാൻ നൽകും നബിയേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. നബി തങ്ങൾ അള്ളാഹുവിനോട് പറഞ്ഞു, അള്ളാഹുവേ, ഓരോ ആളുകളും യാത്ര കഴിഞ്ഞ് തിരിച്ചു വീട്ടിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലും സമ്മാനം കുട്ടികൾക്ക് കൊണ്ടുപോകാറുണ്ട്. അതുകൊണ്ട് ഞാൻ ഇനി പോകുമ്പോൾ ഈ ഇസ്റാ മിഅ്റാജ് കഴിഞ്ഞ് എൻ്റെ ഉമ്മത്തിന്റെ അരികിലേക്ക് പോകുമ്പോൾ എൻ്റെ ഉമ്മത്തിന് എന്താണ് സമ്മാനം നൽകുക?
അള്ളാഹു പറഞ്ഞു, നബിയെ, അവര് ജീവിക്കുന്ന കാലത്തോളം ഞാൻ അവരുടെ കൂടെ തന്നെ ഉണ്ടാകും. അവര് മരിച്ചാലും അവരുടെ കൂടെ നമ്മൾ നിലനിൽക്കും നബിയെ. ഇത് പോരെ നബിയെ? അല്ല, മരിച്ച് കബറിൽ കിടക്കുമ്പോൾ നമ്മൾ ഒപ്പം ഉണ്ടാകും നബിയെ. കബറിലും ഞാൻ അവരുടെ കൂട്ടുണ്ടാകും. പിന്നെ അവര് പുനർജനിക്കുന്ന കാലത്ത് നബിയെ, അങ്ങയുടെ ഉമ്മത്തിന് വേണ്ടി നമ്മൾ നിലകൊള്ളും നബിയെ. അങ്ങയുടെ ഉമ്മത്തിനെ ആദ്യമായി സ്വർഗത്തിൽ കടത്താൻ അതിന് വേണ്ടുന്ന എല്ലാ സംവിധാനങ്ങളും മഹ്ശറാവൻ സഭയിൽ ഞാൻ ഒരുക്കും നബിയെ. എല്ലാ പ്രവാചകന്മാരുടെയും ഉമ്മത്തുകൾ, അങ്ങയുടെ ഉമ്മത്ത് സ്വർഗത്തിൽ കടന്നതിന് ശേഷമേ അവര് കടക്കുകയുള്ളൂ നബിയെ. ഇങ്ങനെ ധാരാളം എണ്ണിപ്പറഞ്ഞാൽ തീരാത്ത ധാരാളം ഓഫറുകൾ മുത്തുനബി തങ്ങൾക്ക് അല്ലാഹു കാബ കൗസൈനിൽ വെച്ച് നൽകപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം മുത്തുനബിയുടെ ഉമ്മത്തുകളായി എന്നത് കൊണ്ടാണ് മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാർ വരെ ആഗ്രഹിച്ചു പോയിട്ടുണ്ട്, മുഹമ്മദ് നബിയുടെ ഉമ്മത്തായിരുന്നാൽ എത്ര നന്നായിരുന്നേനെ എന്ന്. ഇത്രമാത്രം ഓഫറുകൾ അള്ളാഹു നമുക്ക് നൽകാനുള്ള കാരണം മുത്തുനബിയുടെ ഉമ്മത്തായി എന്നത് കൊണ്ടാണ്. അള്ളാഹു തആല അവിടുത്തെ യഥാർത്ഥ ഉമ്മത്തുകളായി ജീവിക്കാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇലാ ഹദ്റത്തിൻ നബിയ്യി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഇലാ ഹദ്റാത്തി അഹ്ലിൽ ഖൈരി കുല്ലിഹിം അജ്മഈൻ. അൽ ഫാത്തിഹ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.